തൃശൂരിലേക്കാണ് ഇനി. തൃശൂർ എരുമപ്പെട്ടി കരിയന്നൂരിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പരാതി. കരുപ്പം വീട്ടിൽ കുഞ്ഞു മുഹമ്മദിന്റെ മകൻ നിഹാദിനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. 3 അംഗ സംഘം കാറിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചതായാണ് പരാതി. സുരജ് സജി ചേരും. സുരജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നു എന്ന് പറയുന്ന സമയം എപ്പോഴാണ്? സുഹൈൽ, ഇന്ന് 2 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് കുടുംബം പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ കുട്ടി 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, എരുമപ്പെട്ടി സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിയാണ്. ഈ കുട്ടി ഇന്ന് സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ ഈ ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിലാണ് എതിർദിശയിലെത്തിയ ഒരു 3 അംഗം സഞ്ചരിച്ച കാർ ഈ കുട്ടിയുടെ അടുത്ത് നിർത്തുന്നതും വീട്ടിലേക്ക് ആക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ സമീപിക്കുകയായിരുന്നു. കുട്ടി അത് വേണ്ട, താൻ നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ സമ്മതിച്ചില്ല. നിർബന്ധിച്ച് ഈ കാറിന്റെ പിന്നിലെ ഡോർ തുറന്ന് കുട്ടിയെ അതിനകത്തേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കുട്ടി പറയുന്നത്. വെള്ള സ്വിഫ്റ്റ് കാറായിരുന്നു എത്തിയത് എന്നും പറയുന്നു. കുട്ടി അവിടെ നിന്ന് ഭയന്നോടി വീട്ടിലെത്തി കാര്യം പറയുകയായിരുന്നു. പിന്നാലെ ഈ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. പോലീസിനെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി കുട്ടിയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് എന്താണ് സംഭവം നടന്നത് എന്നത് പരിശോധിക്കാനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. അത്തരത്തിൽ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരാണ് വന്നത് എന്നതിൽ ഉൾപ്പെടെ കൂടുതൽ വ്യക്തത വരുത്താനുള്ള ഒരു ശ്രമമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസവും തൃശൂർ നഗരത്തിലും ഇതുപോലെ ഒരു വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നതായി പരാതി ഉയർന്നിരുന്നു. അതിലും പോലീസ് അന്വേഷണം മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ജില്ലയിൽ തന്നെ ഇത്തരത്തിൽ 2ാമത്തെ പരാതി എത്തിയിരിക്കുന്നത്. സുഹൈൽ.